മാധ്യമരംഗത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ച ഒരു ഏർപ്പാടാണ്. പക്ഷേ ഈ മാധ്യമ സ്ഥാപനം ഏറ്റെടുക്കുന്നത് അവരുടെയൊക്കെ കള്ളപ്പണ ഇടപാടുകൾ അല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണെങ്കിലോ? അത്തരത്തിൽ പഴി കേൾക്കുന്ന ഒരു ചാനൽ മാധ്യമ വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. മാധ്യമ സ്ഥാപനം നമുക്കിടയിലുണ്ട്. നമുക്കറിയാം, ട്രീ കട്ടർ ചാനൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചാനലിൻ്റെ മുതലാളിമാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കാര്യം പാർക്കിംഗ് റേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിടിച്ചു നിൽക്കാൻ വളരെ പെടാപ്പാട് പെടണം എന്നുള്ളതാണ്. അതിനെ നമുക്ക് ശരിവെക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനു വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കുകൾ, ഈ ഗിമ്മിക്കുകളിൽ യാതൊരു തരത്തിലുമുള്ള സങ്കോചവുമില്ലാതെ ഏതു വിധത്തിലും വന്നിരുന്നു കൊണ്ട് വ്യാജ വാർത്തകളൊക്കെ ചമച്ചുകൊണ്ട് നമുക്കെതിരെ തിരിയുന്നവർക്കെതിരെ മുഴുവൻ വ്യാജ വാർത്തകൾ ചമയ്ക്കുക എന്ന് പറയുന്ന ഒരു വളരെ ഭീതിതമായ ഒരു സംസ്കാരത്തിലേക്ക് മാധ്യമരംഗത്തെ കൊണ്ടുപോയത് ഒരുപക്ഷെ ഈ ചാനൽ തന്നെയാണോ എന്നുള്ള സംശയം പോലും നിലനിൽക്കുന്നു. ഇവിടെയാണ് വളരെ വളരെ അധികം ആർജവത്തോടുകൂടി സാബു എം ജേക്കബ് എന്ന് പറയുന്ന 2020 ചെയർമാനായിട്ടുള്ള 2020 പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള കിറ്റെക്സിന്റെ MD ആയിട്ടുള്ള സാബു എം ജേക്കബ് വളരെ ആർജവത്തോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ചില്ലറ തുകയ്ക്കൊന്നുമല്ല, 250 കോടിയുടെ നഷ്ടപരിഹാരത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ ഇതിലൊക്കെ എന്ത് കാര്യം എന്ന് ചോദിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ സാബു എം ജേക്കബിനെ ഒന്ന് എടുത്തു നോക്കണം. അദ്ദേഹം ഒരു കാല് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഭയപ്പെടുത്തൽ ഭീഷണിയുടെ സ്വരമൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നാൽ ഏൽക്കില്ല. കാരണം അദ്ദേഹം അങ്ങനെയാണ്, തീയിൽ കുരുത്തത് തന്നെയാണ്. ഈ പാർട്ടിയെ ഇതുവരെ എത്തിക്കുക, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ സാമ്രാജ്യത്തെ, അദ്ദേഹത്തിൻ്റെ പിതാവായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ സാമ്രാജ്യത്തെ മുഴുവൻ ഇത്രത്തോളം വിപുലമാക്കി കൊണ്ടു നടക്കുക എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം എത്ര പേരെ മുഖാമുഖം കണ്ടിട്ടുണ്ടാകും? അദ്ദേഹത്തെ തകർക്കാൻ വന്ന എത്ര പേരെ മുഖാമുഖം കണ്ടിട്ടുണ്ടാകും? അപ്പോൾ അവരോടൊക്കെ ആർജവത്തോടെ നിന്ന് വെല്ലുവിളിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഒരു വ്യക്തി തന്നെയാണ് സാബു എം ജേക്കബ് എന്ന് പറയുന്നത്. വ്യാജ വാർത്ത തനിക്കെതിരെ നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ TVക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 250 കോടി രൂപയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. തന്നെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ചാനൽ ഉണ്ട് എന്ന് കരുതി, ഒരു ന്യൂസ് ചാനൽ കയ്യിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് എങ്ങനെയും ആരെയും എപ്പോൾ വേണമെങ്കിലും കരിവാരി തേക്കാം എന്നുള്ള ഒരു ഹുങ്കുണ്ടല്ലോ, ആ ഹുങ്ക് അതിനി ആർക്കും ഉണ്ടാകരുത് എന്ന് കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. റിപ്പോർട്ടർ TV വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ്. ഉടമയായിട്ടുള്ള ആൻഡ്രൂ അഗസ്റ്റിനെ തന്നെ അറിയും. അതറിയുന്നത് തന്നെ മാംഗോ ഫോൺ തട്ടിപ്പിലൂടെയാണ് എന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പേര് കേൾക്കുന്നത് മുട്ടിൽ മരമുറി കേസിലൂടെയാണ്. മാസങ്ങളോളം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇവർ ഒരു ചാനൽ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ ഒരു ചാനലിൽ ഇരുന്ന് തന്നെ മോശമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും പറയുന്നതാണെങ്കിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കൂടി സാബു എം ജേക്കബ് പറയുന്നുണ്ട്. ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഈ പറയുന്ന വിടുപണി മുഴുവനും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി എന്തിനധികം പറയുന്നു? നമുക്കറിയാം, കിറ്റെക്സ് സാബുവിനെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി ഏതാണ്? CPM ആണ്. CPM-ന് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. കിറ്റെക്സ് സാബുവിന്റെ സാമ്രാജ്യം, ഇവിടെ എത്രയോ ആളുകൾക്ക് ജോലി കിട്ടുമായിരുന്ന, സംസ്ഥാനത്തിന് അതിൻ്റെ ഒരു വിഹിതം കിട്ടുമായിരുന്ന, അല്ലെ, ലാഭം ഒക്കെ ഉണ്ടാകുമായിരുന്ന, അതിലൂടെ വലിയ രീതിയിൽ ഒരു പേരും പ്രശസ്തിയും വരെ കിട്ടുമായിരുന്നു സംസ്ഥാനത്തിന്. അത് മുഴുവൻ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ ഒരു സ്ഥാപനത്തിന് നേരെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് 80ഓളം ബോംബാക്രമണങ്ങൾ, അതായത് 80ഓളം ബോംബുകളാണ് തൻ്റെ സ്ഥാപനത്തിന് നേരെ വീണത് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ നോക്കൂ, ഒരു സ്ഥാപനത്തിനെ എങ്ങനെ പൂട്ടിക്കാം, അത് എങ്ങനെ മുച്ചൂടും മുടിക്കാമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന പാർട്ടി CPM ആണ്. CPM-നെ കഴിഞ്ഞ് അതിനൊക്കെ ആളുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ടാക്സ് വെട്ടിച്ചു, സാബു എം ജേക്കബ് ടാക്സ് വെട്ടിച്ചു എന്നും നിരവധി നിയമലംഘനങ്ങൾ നടത്തി എന്നുമൊക്കെയുള്ള വ്യാജമായിട്ടുള്ള പരാതികളാണ്, വ്യാജമായിട്ടുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാധ്യമ സംസ്കാരത്തെ മുഴുവനും മലീമസമാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ്
പലപ്പോഴും ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നമുക്കറിയാം മെസ്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം. മെസ്സി വരുമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാണ്? ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഫുട്ബോൾ അസോസിയേഷൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല പോലും. ഇവർ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ബൂമിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്യുകയും ജനങ്ങളെ പറ്റിക്കുകയും അതിൻ്റെ പേരിൽ പണം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഒരു ചാനലിനെ കൊണ്ടുപോകുന്നത്? അതായത് നമ്മൾ പറയല്ലോ, ഈ കള്ളന്മാരുടെ കൂടെ പോകുമ്പോഴാണ് ശരിയല്ലാത്ത രീതിയിൽ ഉള്ളവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരെയും ആരോപണങ്ങൾ വരുമെന്നാണ് പറയുക. അപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു ചാനൽ ഏറ്റെടുക്കുന്നത് ഈ ഒരു മരമുറി കേസിൽ പ്രതികളാക്കപ്പെട്ട ഈ ഒരു സഹോദരന്മാരുടെ സംഘമാണ്. ഈ സംഘം പറയുന്ന വാർത്തകളിൽ എന്തെങ്കിലും ഒരു തരത്തിൽ സത്യമുണ്ടാകുമെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ടത്. പൊതുജനാഭിപ്രായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ വാർത്തകളെ വളച്ചൊടിച്ച് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. എന്നിട്ട് ബാർക്കിംഗ് റേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഇവർ വാർത്തകൾ ഉണ്ടാക്കി ഇതിലേക്ക് കയറി ബാർക്കിംഗ് റേറ്റിൽ ഒന്നാമതെത്താൻ വേണ്ടിയുള്ള മത്സരങ്ങൾ നടത്തുന്നു. പല തവണയാണ് ഇവരുടെ വ്യാജ വാർത്തകൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീണത്. ഈ ഓരോ തവണയും വാർത്തകൾ പൊളിഞ്ഞു വീഴുമ്പോഴും ഇവർക്ക് മാറ്റാൻ കഴിയുന്നില്ല. ഇവരുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണോ ഒരു മാധ്യമത്തെ കൊണ്ടുപോകേണ്ടത് ആ ഒരു രീതി മാറ്റാൻ കഴിയുന്നില്ല. കാരണം ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പു സംഘങ്ങളെ വെളുപ്പിക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി തങ്ങളുടെ കയ്യിൽ തങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെയുണ്ട് എന്നുള്ള ഒരു പിൻബലം കൂടി ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മെസ്സിയെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് അവർ നടത്തിയ എറണാകുളത്തെ കലൂരത്തെ സംവിധാനമൊക്കെ ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പ്രഹസനം നടത്തിയതുമൊക്കെ നമ്മൾ കണ്ടു. ഈ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മെസ്സിയോ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനോ ഒന്നും അറിഞ്ഞില്ല. ഇനി മെസ്സിയും സംഘവും ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയണം. ഇതാണ് നമ്മൾ മുൻപ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലും അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആരും അറിയാതെ വളരെ സമർത്ഥമായിട്ട് ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇവർ ഇത് കാണിച്ചുകൊണ്ട് ഒരു പക്ഷെ അവരുടെ ഒരു സാമ്രാജ്യം, കള്ളപ്പണ സാമ്രാജ്യം ഒക്കെ വളർത്തുകയാണോ ചെയ്യുന്നത് അറിയില്ല. അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു മാധ്യമ സംസ്കാരത്തെ മുഴുവൻ തച്ചുടച്ചു കളഞ്ഞിട്ടുള്ള ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കിറ്റക്സ് സാബുവിന് നേരെ തിരിഞ്ഞുവെങ്കിൽ അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അടുത്താണ് സാബു എം ജേക്കബ് NDAയുടെ ഭാഗമാകുന്നത്. നമുക്കറിയാം വലിയ രീതിയിലാണ് സാബു എം ജേക്കബിന് നേരെ ആരോപണങ്ങൾ ഉണ്ടായത്. കിറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വാർത്തകൾ ചമയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പോകുന്നത് NDAയുടെ കൂടെയാണ്. എന്നിട്ട് ഈ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? അദ്ദേഹം എന്തുകൊണ്ട് NDAയുടെ കൂടെ പോയി എന്നുള്ളതല്ല, BJPയുടെ കൂടെ പോയി എന്നുള്ളതല്ല ഇവർ സംസാരിച്ചത്. ഇവർ പറഞ്ഞത് എന്താണ്? ഇവർ ഉയർത്തി കാണിക്കാൻ പറഞ്ഞത് 2020 പിളർന്നു, കുറച്ചുപേർ ലീഗിലേക്ക് പോയി എന്നുള്ളതാണ്. ശരിയാണോ? ലീഗിലേക്ക് പോയവരുടെയും പേരുകൾ എടുത്തു നോക്കൂ. എങ്ങനെയാണ് അവർക്ക് ചൊറിച്ചിലുണ്ടായിട്ട് ഈ പറയുന്ന ലീഗിലേക്ക് പോകാതിരിക്കുന്നത്? കിറ്റക്സ് സാബു NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു ഭാഗമായി നിന്നു എന്ന് കരുതുക. BJP മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? NDA മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? അത് വികസനമാണ്. ആ വികസനത്തെ മുന്നിൽ കണ്ടിട്ട് തന്നെയാകണം അദ്ദേഹം ഇതിലേക്ക് വന്നത്, BJPയിലേക്ക് NDAയിലേക്കൊക്കെ വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വികസനമുള്ള ഒരു സ്ഥലത്തല്ലാതെ ബിസിനസ്സുകാർ നിൽക്കുമോ? അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടേ? റോഡ് വേണ്ടേ? റെയിൽ വേണ്ടേ? വൈദ്യുതി വേണ്ടേ? അതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വേണ്ടേ? ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും കൊടുക്കാതെ ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മുമ്പിൽ കൊണ്ടുപോയി കൊടി കുത്തിവെച്ച് അത് പൂട്ടിച്ച് അത് താഴിട്ട് പൂട്ടിച്ച് അവരെ ഇവിടെ നിന്ന് പായിച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട്. കടലാസിൽ ഒരുപാട് പേരുടെ പേരുണ്ടാവും, ബിസിനസ് തുടങ്ങിയവരുടെ. എത്ര പേർ ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട്, അവരുടെ ഉപജീവന മാർഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളിടത്തല്ലേ ചോദ്യം.
അതിന്റെ കണക്കെടുക്കാൻ പറയുമ്പോൾ ആർക്കും കഴിയില്ല. ഈ സർക്കാരിന് അതിന് ചെവിയിൽ ഈയം ഒരുക്കി ഒഴിച്ചതുപോലെയാണ്. അതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരില്ല. ആന്തൂർ സാജൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ പോയി, മനം മടുത്ത അദ്ദേഹത്തിന്റെ ജീവൻ പോയി. ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതി ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250 കോടി രൂപയാണ് ഇതിനു മുമ്പ് ഈ ചാനലിനെതിരെ കൊടുത്തത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയാണ്. അദ്ദേഹം കൊടുത്തത് 100 കോടിക്കാണ്. വ്യാജ വാർത്ത ചമച്ചതിന് തന്നെ. വ്യാജ വാർത്തയല്ലാതെ മറ്റെന്താണ് ഈ ഒരു ചാനലിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, അവിടുത്തെ പ്രധാനിയായി നിന്നിരുന്ന സുജയ പാർവതിയും ഇറങ്ങുകയാണ്. ഇനി ആ ചാനൽ എങ്ങോട്ട് പോകും, എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ ഒരുപാട് പേർ ചാനലിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ചാനലുമായി ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ ഇറങ്ങുന്നുണ്ട് ആളുകളെല്ലാം ഇറങ്ങുകയാണ്. അപ്പോൾ പല രീതിയിൽ ഈ ചാനൽ പ്രതിസന്ധിയിലാകുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ നേട്ടത്തിനനുസരിച്ചല്ലാതെ അതായത് അവരുടെ ഇടപാടുകൾക്ക് കുടപിടിക്കാൻ വേണ്ടി ഒരു മാധ്യമ സ്ഥാപനം പടുത്തുയർത്തി എന്നുള്ളതല്ലാതെ ഒരു നാടിനെ നേരെ നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വാർത്ത ഈ ഒരു മാധ്യമ സ്ഥാപനം ചമച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഹ എന്ന് പറയാൻ മാത്രമേ കഴിയൂ. കാരണം ഇത്തരത്തിലുള്ള യാതൊരു ഇടപാടുകൾക്കും യാതൊരു വാർത്തകൾക്കും വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട, വാർത്താ പ്രാധാന്യം കിട്ടേണ്ട, അല്ലെങ്കിൽ വലുതായിക്കോട്ടെ ചെറിയ വാർത്തയായിക്കോട്ടെ, വാർത്തയായി കാണേണ്ട പലതിനെയും തമസ്കരിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള അവരുടെ ഇടപാടുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിനെ മറപിടിക്കേണ്ടുന്ന വാർത്തകളെ മാത്രമാണ് ഈ ചാനൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഇടപാടുകൾ എന്താണ്, ഇവർ ഇപ്പോഴെന്തിനാണ് ഇത്തരത്തിൽ സാബു എം ജേക്കബിനെതിരെ കൂടുതലായിട്ട് വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത് എന്ന് കൂടി അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ആരെയും ദ്രോഹിക്കരുത്. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മറ പറ്റിക്കൊണ്ട് സമൂഹത്തിന് ഉതകാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാധ്യമ സ്ഥാപനമായിക്കോട്ടെ ഏതൊരു തരത്തിലുള്ള സ്ഥാപനമായിക്കോട്ടെ അതിന് പതനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടുപോന്നിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ട്രീ കട്ടർ ചാനലിന്റെ വിധിയും.